ഹോർമുസിന്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തു. ഇതോടെ ഈ മേഖല വെട്ടിപ്പിടിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തു. നിലവിലുള്ള സാഹചര്യങ്ങൾ സങ്കീർണമായി തുടരുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അഥവാ ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെയും ഒമാൻ്റെയും സംയുക്തമായിരിക്കുന്ന അതിർത്തി പങ്കിടുന്ന കടലിടുക്കാണ്. അത് ഏകദേശം 30 കിലോമീറ്റർ വീതിയും 90 കിലോമീറ്റർ നീളവുമാണുള്ളത്. 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ ഇറാൻ്റെ അതിർത്തിയിൽ വരുന്നു. അതോടൊപ്പം തന്നെ 15 കിലോമീറ്റർ ഒമാൻ്റെ അതിർത്തിയിലും വരുന്നു. ഇതാണ് അതിൻ്റെ റൂട്ട് മാപ്പ്. ഈ വർഷം ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുന്നത് വരെ ഈ മേഖല അന്താരാഷ്ട്ര പാതയായിരുന്നു. അവിടേക്ക് കപ്പൽ വരുന്നതോ പോകുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിഷയത്തിനും യഥാർത്ഥത്തിൽ ഇറാന് പ്രശ്നമില്ലായിരുന്നു. ഇറാൻ ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ഇപ്പോൾ അവസ്ഥകൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. യുദ്ധത്തോടനുബന്ധിച്ച് അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. എന്നാൽ അതിലെ ഒരു ഭാഗം വരുന്നത് ഒമാൻ്റെ വിഷയമാണ്, ഒമാൻ്റെ ഭാഗമാണ് വരുന്നത്. ഒമാൻ്റെ ഭാഗത്തോടു കൂടി ചേർത്തുകൊണ്ട് ഇറാൻ ആ സമയത്ത്, അതായത് കഴിഞ്ഞ മാസം ഒരു പ്രസ്താവന ഇറക്കി. തങ്ങൾ ചുങ്കം വാങ്ങുമെന്നും ആ ചുങ്കത്തിൻ്റെ വിഹിതം ഒമാൻ്റെ അതിർത്തി പങ്കിടുന്നു എന്നതിനാൽ ഒമാന് നൽകും എന്നുമായിരുന്നു അതിൻ്റെ മറുപടി. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ പ്രതികരിച്ചതൊന്നുമില്ല. എന്നാൽ പാകിസ്ഥാനിൽ വെച്ച് നടത്തിയ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം വാങ്ങുന്നതിന് എതിർപ്പില്ല എന്ന തരത്തിലുള്ള ഒരു മൗന സമ്മതം അമേരിക്ക നൽകി. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ പോവുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ചുങ്കം വാങ്ങുകയും ചെയ്യുന്നത് പിന്നീട് അമേരിക്കക്ക് അത് വലിയ പ്രശ്നമായി തീരുകയും വലിയ എതിർപ്പുകൾ കപ്പൽ ഉടമസ്ഥരെല്ലാം അമേരിക്കയോട് പറയുകയും ചെയ്തു. ഈ മേഖല സുരക്ഷിതമാക്കുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഏതൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടും എന്ന് മുൻപ് നിങ്ങൾ പറഞ്ഞു വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റ് കമ്പനികളും, അതായത് കപ്പൽ കമ്പനികളും ആയിട്ട് ഉണ്ടാവുകയും ചെയ്തു. പിന്നീടാണ് അമേരിക്ക അതിൻ്റെ റൂട്ട് മാറ്റിയിട്ട് മറ്റൊരു തരത്തിലൊരു കുരുട്ട് ബുദ്ധി പ്രയോഗിച്ചത്. ആ കുരുട്ട് ബുദ്ധി എന്ന് പറയുന്നത് ഒമാൻ്റെ കടലിടുക്കിനോട് ചേർന്നുകൊണ്ട് പുതിയൊരു കപ്പൽ പാത ഉണ്ടാക്കി ആ കപ്പൽ പാതയിലൂടെ കപ്പലിനോട് പോകാൻ വേണ്ടി പറഞ്ഞ് സുരക്ഷിതം നൽകും എന്ന് പറയുകയും ചെയ്തു. സമാന്തര പാത എന്നാണ് അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ വിഷയം വന്നതോട് കൂടിയിട്ട് ഇറാൻ ഈ മേഖലയിൽ കൂടി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഈ കപ്പലുകളെ ആക്രമിച്ചു. കപ്പലുകൾ ആക്രമിച്ചത് അത് ശരിക്കും അമേരിക്കക്ക് കൊണ്ടു. അമേരിക്ക ഇറാൻ ആക്രമിച്ചു, ഇറാൻ തിരിച്ചടിച്ചു. അങ്ങനെ വലിയ രണ്ടാം ഘട്ട ഒരു യുദ്ധം കൂടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറാൻ്റേതായിട്ട് പുറത്തു വന്നു. അഥവാ ഏറ്റവും അവസാന ഘട്ടത്തിൽ സമാധാന ചർച്ചാ കാര്യങ്ങൾ നടന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. ദോഹയിൽ വെച്ച് ഈ ചർച്ചാ കാര്യങ്ങൾ നടന്നു. ആ സമയത്ത് അമേരിക്കയുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. തങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഇറാൻ പറഞ്ഞു. എന്നാൽ അവരുമായിട്ട് ചർച്ച ചെയ്യണം എന്ന് അമേരിക്ക ശാഠ്യം പിടിച്ചെങ്കിലും അത് നടന്നതുമില്ല. പിന്നീട് മധ്യസ്ഥരാണ് ഈ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും സംസാരിക്കുകയും ചെയ്തു. അതിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന്, ഒരു തരത്തിലും ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പലും തങ്ങളുടെ അനുവാദമില്ലാതെ കടക്കാൻ പാടില്ല. തങ്ങൾ അവിടെ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തങ്ങൾ കൃത്യമായ രീതിയിൽ കപ്പൽ പോകാൻ റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഏതെങ്കിലും കപ്പൽ പോയാൽ തങ്ങൾ ആക്രമിക്കും, വെടിവെക്കും. ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അവരത് പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ പറയുന്നത് ഒമാൻ്റെ കടലിടുക്കായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക ഇവിടെ ഇത് സ്ഥാപിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ്റെ കപ്പൽ മേഖലയിലുള്ള സ്വാധീനം ഇല്ലാതാക്കാനും സാമ്പത്തിക വരുമാനം ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഇറാനുമായിട്ട് ഉടക്കാനോ ഇറാനുമായിട്ട് ഒരു വിഷയത്തിനോ ഒമാൻ തയ്യാറല്ല. ഒമാനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് അവരുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ റൂട്ട് അമേരിക്ക ഉണ്ടാക്കിയത്. ആ റൂട്ടിലൂടെ പോയ ഒരു കപ്പൽ എന്ത് ചെയ്തു? മണൽക്കൂരയിൽ തട്ടി നിന്നുപോയി എന്നൊരു വിഷയം ഉണ്ടായി. അപ്പോൾ അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി, ഹോർമുസ് കടലിൻ്റെ എല്ലാ ഭാഗത്തിലൂടെയും കപ്പലുകൾക്ക് ആരോഗ്യപരമായിരിക്കുന്ന സഞ്ചാരത്തിന് പറ്റിയ മേഖലയല്ല. ഉള്ളതും ഇല്ലാത്തതും പ്രശ്നങ്ങളില്ലാത്തതുമായിരിക്കുന്ന മേഖല പലതുമുണ്ട്. തങ്ങളത് കൃത്യമായ രീതിയിൽ പഠിച്ചതാണ്. അപ്പോൾ ഏതെങ്കിലും
ഭാഗങ്ങളിലൂടെ പോയിട്ട് കുടുങ്ങാതിരിക്കരുത്. മാത്രമല്ല തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കരാർ വ്യവസ്ഥ ലംഘിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ വെടിവെക്കുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സുരക്ഷിതമില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി, ഏറെക്കുറെ ഉറപ്പാണ് ആ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിരിക്കുന്ന ഒമാൻ്റെ കൈവശത്തിലും കൂടി ഉള്ള കടലിൻ്റെ ഭാഗങ്ങൾ തങ്ങൾ ഏറ്റെടുക്കുന്നു, ഈ മേഖല അപ്പാടെ തങ്ങളുടെ കൈവശത്തിലാണ് എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല. കാര്യം അമേരിക്ക തന്നെ ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് വേർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും മുന്നേറാൻ വേണ്ടി സാധിക്കാത്ത പ്രയാസമാണ് നിലവിൽ യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ള കൃത്യമായ രീതിയിൽ അവർക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് അവരുടെ ആത്മീയ നേതാവിൻ്റെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഏകദേശം 9-ാം തീയതി അവസാനിച്ച് കഴിഞ്ഞാൽ 11-ാം തീയതി വീണ്ടും ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ കണിശമായ രീതിയിലുള്ള ചില നിലപാടുകൾ ഇറാൻ മുന്നോട്ട് വെക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കാര്യം ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ഇറാൻ്റെ കയ്യിൽ ആയുധമുണ്ട്, ശക്തിയുണ്ട്, അത് ആയുധ പ്രയോഗം നടത്താൻ അതിനെക്കുറിച്ച് കഴിവുള്ള പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്ന സൈനിക സംവിധാനമുണ്ട്, സാമ്പത്തികമുണ്ട്. സാമ്പത്തികം രാജ്യം ദരിദ്രമാണ്, രാജ്യം പ്രയാസം സാമ്പത്തികപരമായി അനുഭവിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വശം. എന്നാൽ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും എന്നും കൂടിയാണ് ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിന് കൂടി ഇറാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കുന്ന ആയുധ സംവിധാന കാര്യങ്ങളൊന്നും അല്ല അവരുടെ കൈവശത്തിലുള്ളത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒമാൻ്റെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്ത സമയത്ത് ഒമാനോട് ഈ കാര്യങ്ങൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താ സ്ഥിതി കാര്യങ്ങൾ എന്നുള്ളത്. തങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒമാൻ ഒഴിഞ്ഞു മാറി എന്ന് പറയുമ്പോൾ അത് ഏറെക്കുറെ ഇറാന് അനുകൂലമായിരിക്കുന്ന നിലപാട് അവരെടുത്തിട്ടുണ്ട് എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്തിനാണ് അത്തരമൊരു നിലപാടെടുത്തത് എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ കൈവശത്തിലേക്ക് ഇത് വന്നു പോയാൽ പിന്നീട് ഭാവിയിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും എന്താണെങ്കിലും ഉണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഇറാൻ വലിയ രീതിയിലുള്ള സൈനിക ശക്തിയായിരിക്കുന്ന രാജ്യമായിട്ട് ലോകം അംഗീകരിക്കുകയും മിഡിൽ ഈസ്റ്റിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് വിഷയങ്ങൾ, സങ്കീർണമായിരിക്കുന്ന പ്രശ്നം, അത് പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ടു, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടു, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടു എല്ലാ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ തത്വത്തിൽ ഇടപെട്ട് പരിഹരിക്കണമെങ്കിൽ ഇറാനെ പോലുള്ള സൈനികപരമായിരിക്കുന്ന ശക്തി അമേരിക്കയ്ക്ക് ബദലായി നിലനിൽക്കണം എന്നുകൂടി അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒമാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടോ എതിർക്കാൻ വേണ്ടിയിട്ടോ ആര് തയ്യാറല്ല, ഒമാൻ തയ്യാറല്ല. കാര്യം ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇറാനോടൊപ്പമാണ്. ഇറാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയുടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ പോവുകയാണെങ്കിൽ അതിൻ്റെ വിഹിതം ഒമാന് നൽകുമെന്ന് ഇറാൻ പറയുന്നു. തങ്ങൾക്കത് വേണമെന്ന് ഒമാൻ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവർ സ്വീകരിക്കാനുള്ള താല്പര്യം വളരെ കുറവാണ്. ഇപ്പോൾ ഇറാനിൽ ഒമാനിലെ പ്രമുഖരായിരിക്കുന്ന രാഷ്ട്ര നേതാക്കളെല്ലാം ഇപ്പോൾ ഇറാനിലുണ്ട്. അവരുടെ ആത്മീയ നേതാവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെത്തിയത്. വളരെ താല്പര്യപൂർവ്വം അവരെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഷയങ്ങൾ പോകുന്നത്. അമേരിക്ക ഏറെക്കുറെ സർവ്വ മേഖലയിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ ഏതൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ അവരുമായിട്ട് അകന്നു നിൽക്കുകയും അവരിൽ നിന്ന് അവർക്കെതിരെ പൊതുവേദിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. മുമ്പ് അങ്ങനെയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇറാൻ യഥാർത്ഥത്തിൽ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യമായി ഈ മേഖലയിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം മുസ്ലിം അറേബ്യൻ രാജ്യങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യ. കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ ഈ സൗദി അറേബ്യ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ലെബനാനുമായിട്ടാണ് യുദ്ധം. ലെബനാന് ശേഷമുള്ള സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ജോർദാൻ വരുന്നുണ്ട്, സിറിയ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈജിപ്ത് വരുന്നുണ്ട്, ഇറാഖിൻ്റെ ചെറിയ ഭാഗം വരുന്നുണ്ട്, പിന്നെ സൗദി അറേബ്യയുടെ ഭാഗം വരുന്നുണ്ട്. ഈ എല്ലാ പ്രദേശം കൂടി ചേർന്ന് കൊണ്ട് പുതിയൊരു ഇസ്രായേൽ രാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തെ പ്രതിരോധിക്കുക എന്നുള്ളതും ആ താല്പര്യത്തെ തകർക്കുക എന്നുള്ള പ്രവൃത്തിയുമാണ്
നിലവിൽ ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക അല്ലാതെ മറ്റൊരു രാജ്യം ഇസ്രായേലിനോടൊപ്പം ഇല്ല എന്നുള്ളതും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള വിജയം ഇറാൻ ഉണ്ടാക്കും എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന തെളിവായിട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.